രാഷ്ട്രീയവും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും ഒക്കെ തന്നെ സിനിമ പോലെ ഒരു കലാരൂപത്തെ വരെ ബാധിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോഴത്തെ സാഹചര്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ അടുത്ത് റിലീസായിരിക്കുന്ന മലൈക്കോട്ടെ വാലിബൻ എന്ന മോഹൻലാൽ ചിത്രം. നമുക്കറിയാം, മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള പരാജയങ്ങൾ നേരിടേണ്ടി വന്ന നടനാണ്. ഒരു സൂപ്പർ താര പദവിയിലിരിക്കുന്ന വ്യക്തിയായിട്ടുകൂടി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മോഹൻലാലിന് മികച്ചൊരു പ്രകടനം കാഴ്ചവെക്കാനോ മികച്ചൊരു സിനിമയിൽ അഭിനയിക്കാനോ സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. ഈ അടുത്താണ് നേര് എന്ന ചിത്രത്തിലൂടെ ഒരു വമ്പൻ തിരിച്ചുവരവ് മോഹൻലാൽ നടത്തുന്നത്. അതിനുശേഷം ഇപ്പോഴിതാ മലൈക്കോട്ടെ വാലിബനും റിലീസായിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു ചിത്രത്തിനെതിരെ നിരവധി വിമർശനങ്ങളും പ്രതിഷേധങ്ങളുമാണ് ഉയർന്നു കേൾക്കുന്നത്. ഈ ചിത്രത്തിനെതിരെയും നടൻ മോഹൻലാലിനെതിരെയും വലിയ രീതിയിലുള്ള സൈബർ ബുള്ളിങ്ങും ആക്രമണങ്ങളുമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിന് കാരണം മോഹൻലാലിന് BJP-യോട് അല്ലെങ്കിൽ സംഘപരിവാറിനോട് ഉള്ളൊരു ചായ്വാണെന്നാണ് ആരോപണങ്ങൾ ഉയർന്നു കേൾക്കുന്നത്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ച അക്ഷതം മോഹൻലാൽ ഏറ്റുവാങ്ങിയിരുന്നു. ഇതിനുശേഷം വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾക്ക് മോഹൻലാൽ ഇരയാകുകയായിരുന്നു. ഈ സമയത്താണ് മോഹൻലാലിന് BJP-യിൽ ചേരാൻ താല്പര്യമുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നത്. മോഹൻലാലിന് സംഘപരിവാറുകാരോട് ഒരു പ്രത്യേക താല്പര്യമുള്ളതായും അങ്ങനെയുള്ള വലിയ രീതിയിലുള്ള ആക്രമണങ്ങളും സൈബർ ബുള്ളിങ്ങും മോഹൻലാലിന് നേരിടേണ്ടി വന്നു. മുൻപും മോഹൻലാലിന് BJP ചായ്വ് ഉണ്ടെന്ന തരത്തിൽ മോഹൻലാലിന് BJP-യിൽ ചേരാൻ താല്പര്യമുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നതാണ്. ഈ ഒരു സമയത്താണ് മോഹൻലാൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അവിടെ വെച്ചാണ് പ്രധാനമന്ത്രിയിൽ നിന്നും മോഹൻലാൽ അക്ഷതം ഏറ്റുവാങ്ങുന്നത്. ആ ഒരു ഫോട്ടോ വൈറലാവുകയും പിന്നീട് അങ്ങോട്ട് മോഹൻലാലിനെതിരെ നിരവധി വിമർശനങ്ങൾ ഉയർന്നു കേൾക്കുകയും ചെയ്തു. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് കേരളത്തിൽ നിന്ന് മലയാള സിനിമയിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട പ്രമുഖ നടന്മാരിൽ ഒരാളായിരുന്നു മോഹൻലാൽ. എന്നാൽ മോഹൻലാൽ ക്ഷേത്രത്തിലേക്ക് പോയില്ല, പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്തില്ല. അദ്ദേഹം എന്തുകൊണ്ടാണ് പങ്കെടുക്കാതിരുന്നത്? അതിന് കാരണം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ്. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിനും അപ്പുറമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ജനപിന്തുണ എന്ന് പറയുന്നത്. ഈ ക്ഷണം സ്വീകരിച്ച് അയോധ്യയിലെ രാമക്ഷേത്രത്തിലേക്ക് അദ്ദേഹം പോവുകയാണെങ്കിൽ തീർച്ചയായും വലിയൊരു വിഭാഗം ആളുകൾ അദ്ദേഹത്തെ തഴയുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പോകാതിരുന്നത്. ഇതിനുശേഷം മോഹൻലാലിന് നേരിടേണ്ടി വന്ന സൈബർ ആക്രമണങ്ങൾ കൂടുകയാണ് ഉണ്ടായത്. ഏട്ടന്റെ സിനിമ ഇനി അനിയൻ കാണില്ല എന്ന തരത്തിലുള്ള കമന്റുകളാണ് നവമാധ്യമങ്ങളിലടക്കം വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇതുവരെ തന്റെ രാഷ്ട്രീയ നിലപാട് എന്താണെന്ന് മോഹൻലാൽ വ്യക്തമാക്കിയിട്ടില്ല. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം അറിയാവുന്നതുകൊണ്ടും ആരാധകരെ പ്രീതിപ്പെടുത്തുന്നതിനും വേണ്ടി അദ്ദേഹം മനഃപൂർവ്വം പോകാതിരുന്നതാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളും മറ്റും മോഹൻലാലിനും മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയ്ക്കും എതിരെ ഉയർന്നു കേൾക്കുമ്പോഴും ഒരു വശത്ത് സിനിമ വൻ വിജയമായിക്കൊണ്ടിരിക്കുകയാണ്. അത് വന്നുകൊണ്ടിരിക്കുന്ന കളക്ഷൻ റിപ്പോർട്ടുകളിൽ നിന്നും വളരെ വ്യക്തവുമാണ്. സംഘപരിവാറുകാർ തടഞ്ഞിട്ടുള്ള ഒരുപാട് സിനിമകൾ, സംഘപരിവാറുകാർ വേണ്ടാന്ന് വെച്ചിട്ടുള്ള പല സിനിമകളും കേരളം ഏറ്റെടുത്തിട്ടും വിജയിപ്പിച്ചിട്ടുമുണ്ട്.